ഹായ് കുഞ്ഞുങ്ങളെ, ഇന്ന് നമുക്ക് നിങ്ങളുടെ ദി മൂൺ എന്നുള്ള പോയം നോക്കാം. മൂൺ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? മൂണിനെ ഇഷ്ടമില്ലാത്തവരാരുമില്ലല്ലോ. അതുപോലെ തന്നെ നിങ്ങളെ കുഞ്ഞുങ്ങളും എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ദി മൂൺ ഹാസ് എ ഫേസ് ലൈക്ക് ദ ക്ലോക്ക് ഇൻ ദ ഹാൾ. ദ മൂണിന് ചന്ദ്രന് ഹാസ് ഉണ്ട്, എ ഫേസ് ഒരു മുഖമുണ്ട്, ലൈക്ക് ഏതുപോലുള്ളത്, ദ ക്ലോക്ക് ഇൻ ദ ഹാൾ ഹാളിലെ ക്ലോക്കിൻ്റേതുപോലെയുള്ള ഒരു മുഖമുണ്ട്. ഹാളിലാണല്ലേ നമ്മൾ ക്ലോക്കൊക്കെ ഇടുക. പിന്നെ ഹാളിലെ ക്ലോക്കിൻ്റേതുപോലുള്ള മുഖം എന്ന് പറയുമ്പോൾ മിക്കവാറും ക്ലോക്കുകളൊക്കെ റൗണ്ട് ഷേപ്പാണ് അല്ലേ. അതുകൊണ്ടായിരിക്കാം മൂണിനെ കമ്പയർ ചെയ്തത്. മൂണും വട്ടത്തിലുള്ളതാണല്ലോ. ഇപ്പോൾ നമ്മൾ പറയും, ഇപ്പോൾ വലത്തോട്ട് നമ്മൾ റൗണ്ട് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ക്ലോക്ക് വൈസ് എന്ന് പറയും അല്ലേ. ഇടത്തോട്ട് നമ്മൾ റൗണ്ട് ചെയ്യുന്ന വെച്ചാൽ ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയും അല്ലേ. അപ്പോൾ ക്ലോക്കിന് ഒരു റൗണ്ട് ഷേപ്പാണ് പൊതുവേ. അതുകൊണ്ടാണ് നമ്മുടെ പോയറ്റ് മൂണിനെ കമ്പയർ ചെയ്തത് ക്ലോക്കിനോട്. ക്ലോക്കിൻ്റെ ഇതുപോലുള്ള മുഖം എന്ന് പറഞ്ഞാൽ രണ്ടും റൗണ്ടാണ് അല്ലേ. പിന്നെ എന്താണ് പറയുന്നത്? ഷീ ഷൈൻസ്. ഷീ എന്ന് പറഞ്ഞാൽ ഇവിടെ മൂണിനെയാണ് പറയുന്നത്. അവൾ ഷൈൻസ് പ്രകാശിക്കുന്നു. എവിടെയാണ്? ഓൺ തീവ്സ് കള്ളന്മാരുടെ മേലെ. അവരെവിടെയുള്ളവരാണ്? ഗാർഡൻ വാളിൽ അല്ലേ, പൂന്തോട്ടത്തിൻ്റെ മതിലിലുള്ള കള്ളന്മാരുടെ മേലെ അവൾ പ്രകാശിക്കുന്നു എന്ന് പറയുമ്പോൾ പൂന്തോട്ടത്തിലുള്ള കള്ളന്മാർ എന്തിനാവും വന്നത്? പൂവ് കട്ടെടുക്കാനാവും അല്ലേ. അപ്പോൾ അവരുടെ മേൽ ഇവൾ പ്രകാശിക്കുന്നു. ഈ മൂണിൻ്റെ വെളിച്ചം വീഴുന്നു. പിന്നെ എവിടെയൊക്കെയാണ് മൂണിൻ്റെ വെളിച്ചം വീഴുന്നത്? ഓൺ സ്ട്രീറ്റ്സ് തെരുവുകളിൽ, വയലുകളിൽ ഫീൽഡ്സ് വയലുകളിൽ, ആൻഡ് ഹാർബർ കേസ്. ഹാർബർ കേസ് എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലേ, തുറമുഖങ്ങൾ എന്ന് വെച്ചാൽ കപ്പലുകളിൽ ചരക്ക് വന്നടിയുകയും അവിടെ നിന്ന് ഏറ്റിക്കൊണ്ട് പോവുകയും കപ്പലുകളിൽ ഏറ്റിക്കൊണ്ട് പോകുകയൊക്കെ ചെയ്യുന്ന ആ പ്രവൃത്തി നടക്കുന്ന ഒരു സ്ഥലമാണല്ലേ. അപ്പോൾ അവിടെയും നമ്മുടെ നിലാവുണ്ട്, മൂണിൻ്റെ വെളിച്ചമുണ്ട്. പിന്നെ എവിടെയൊക്കെയാണ്? ആൻഡ് ബേഡീസ് എന്ന് വെച്ചാൽ എന്താ? പക്ഷികൾ അല്ലേ, കിളികൾ. അസ്ലീപ്പ് അവരെവിടെയാണ് ഉറങ്ങുന്നത്? അസ്ലീപ്പ് ഉറങ്ങുന്നു. എവിടെയാണ്? ഇൻ ദ ഫോക്സ് ഓഫ് ദ ട്രീസ്. ഫോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മരത്തിൻ്റെ ചില്ലകൾ തിരിഞ്ഞ് രണ്ട് ചില്ലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു തിരിവിൻ്റെ ആ മൂലയിലുള്ള ഭാഗമോ, അല്ലെങ്കിൽ മരത്തിൽ നിന്ന് തന്നെ ചില്ല വളർന്നു പോകുമ്പോൾ ആ മൂലയിലുള്ള ആ കംഫർട്ടബിളൊക്കെ ആയ ഭാഗത്തിരുന്നിട്ട് നമ്മുടെ കിളികൾ ഇരുന്നുറങ്ങുന്നുണ്ട്. അവയുടെ മേലും നമ്മുടെ മൂണിൻ്റെ ലൈറ്റ് വീഴുന്നുണ്ട് അല്ലേ. പിന്നെ സ്കോളിംഗ് കാറ്റ്, അതായത് കരയുന്ന പൂച്ച, ആൻഡ് സ്ക്യൂക്കിംഗ് മൗസ്. അതൊക്കെ അവരുടെ സ്വരങ്ങളാണ് പറയണത്. അത് സ്ക്യൂക്കിംഗ് മൗസ്, സ്കോളിംഗ് കാറ്റൊക്കെ അവരുടെ മേലും വീഴുന്നുണ്ട്. അവരൊക്കെ രാത്രിയിൽ സഞ്ചരിക്കുന്നവരാണല്ലോ, അതുകൊണ്ട് അവരുടെ മേലൊക്കെ ഇതുണ്ട്, മൂണിൻ്റെ വെളിച്ചമുണ്ട്, അല്ലെങ്കിൽ മൂൺ അവരെയൊക്കെ കാണുന്നുണ്ട്. പിന്നെ ദ ഹോളിംഗ് ഡോഗ്, ഓരിയിടുന്ന നായ, അതെവിടെയാണ്? ബൈ ദ സൈഡ് ഓഫ് ദ ഹൗസ്, വീടിൻ്റെ വാതിലിന് അരികെയാണ്. ബൈ ദ ഡോർ, വാതിലിനരികെയാണ്. അവൻ്റെ മേലും വീഴുന്നുണ്ട്, മൂണിൻ്റെ വെളിച്ചം തട്ടുന്നുണ്ട്. പിന്നെ ദ ബാറ്റ് എന്ന് വെച്ചാൽ വവ്വാൽ, ദാറ്റ് ലൈസ് അത് കിടക്കുന്നു, ഇൻ ദ ബെഡിൽ കിടക്കുന്നു, അറ്റ് മൂൺ അതായത് മൂണുള്ള രാത്രിയിൽ ഈ ബാറ്റ് അവയുടെ ബെഡിൽ കിടക്കുന്നു എന്ന് പറയുന്നത് അവ കിടക്കുന്ന ആ സ്ഥലത്തിനെയാണ് പറയുന്നത്. നമുക്കറിയാമല്ലേ, ബാറ്റൊക്കെ എങ്ങനെയാണ് കിടക്കുക? മരങ്ങളിലൊക്കെ തൂങ്ങി ഒക്കെ തലകീഴായിട്ടൊക്കെ കിടക്കുക. അപ്പോൾ അവ കിടക്കുന്ന സ്ഥലത്തെ ബെഡ്, അവരുടെ നമ്മൾ സാധാരണ ബെഡിലാണല്ലോ ഉറങ്ങാൻ കിടക്കുക. അതുകൊണ്ടാണ് അവർ കിടക്കുന്ന സ്ഥലത്തിന് ബെഡായിട്ട് പറയുന്നത്. പിന്നെന്താ പറയുന്നത്? ഓൾ ലവ്, എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. ഇവരൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്തിന്? ടു ബി ഔട്ട് ബൈ ദ ലൈറ്റ് ഓഫ് ദ മൂൺ അല്ലേ. മൂണിൻ്റെ ലൈറ്റിൽ പുറത്തേക്ക് ഇറങ്ങാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. പുറത്ത് ആയിരിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഇവയ്ക്കൊക്കെ അത് ഇഷ്ടമാണ്. പക്ഷേ ബട്ട് ഓൾ ഓഫ് ദ തിങ്സ് എല്ലാവരും, ഏതുപോലെയുള്ള എല്ലാവരും? അവർ ബിലോങ് ടു ദ ഡേ, അതായത് പകലിൻ്റെ ആൾക്കാർ. പകലിൽ ഇതുപോലെ നമ്മൾ നിലാവിൽ മൂണിനെ ഇഷ്ടമായിട്ട് ഉള്ളവരെ പോലെ തന്നെ പകലിലുണ്ട്. അവരെന്താ ചെയ്യുന്നത്? അവർ വൈകുന്നേരം ആകുമ്പോൾ മൂണിലേക്ക് ഇറങ്ങുന്നില്ല. അവർ പകൽ അവരുടേതായ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് അവർക്ക് അതാണ് അവരുടെ ലോകം, പകൽ. അവർ വൈകുന്നേരം എന്താ ചെയ്യണേ? കടിൽ ടു സ്ലീപ്പ് അതായത് കെട്ടിപ്പിടിച്ചുറങ്ങുന്നു. അവർ എങ്ങനെയുള്ളവരാണ്? ടു ബി ഔട്ട് ഓഫ് ഹെർ വേ, അതായത് ഹെയർ എന്ന് വെച്ചാൽ ആരുടെ മൂണിൻ്റെ, ആ മൂണിൻ്റെ വേയിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്. എന്ന് വെച്ചാൽ മൂണിലേക്ക് ഇറങ്ങുന്നവരല്ല, മൂണിൻ്റെ ആൾക്കാരല്ല. അവർ മൂണിൽ നിന്നും വിട്ടു നിൽക്കുന്നവരാണ്. ഇതുപോലെ മൂണിൽ നിന്ന് വിട്ടു നിൽക്കുന്ന പിന്നെയും പറയേണ്ട ആരൊക്കെയാണ്? ഫ്ലവേഴ്സ്
ഫ്ലവേഴ്സ് പൂക്കൾ ആൻഡ് ചിൽഡ്രൻ അവരെന്താ ചെയ്യുന്നത് ക്ലോസ് ദെയർ ഐസ് അവരുടെ കണ്ണുകൾ അടയ്ക്കുന്നു ടിൽ അപ്പ് ഇൻ ദ മോർണിംഗ് ദ ഷാൾ റൈസ് അതായത് പുലരുന്നത് വരെ സൺ വരുന്നത് വരെ ഒക്കെ അവർ കിടന്നുറങ്ങും അവരുടെ കണ്ണുകൾ അടയ്ക്കുമെന്ന് പറയുന്നത് അപ്പം മൂണിനെ കാണില്ല അപ്പം മൂണിൻ്റെ വഴിയിൽ നിന്നും അവർ വേറിട്ട് നിൽക്കുന്നവരാണ് ഫ്ലവേഴ്സ് എങ്ങനെയാണ് കണ്ണുകൾ അടയ്ക്കുക അവർ പകൽ വിരിഞ്ഞ് നിന്നിട്ട് രാത്രിയിൽ കൂമ്പും അവരുടെ കണ്ണുകൾ അങ്ങനെയാണ് അടയ്ക്കുക എന്ന് പറയുന്നത് അപ്പം ഇതാണ് നമ്മുടെ കവിത ഇഷ്ടമായാൽ നമ്മളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക സബ്സ്ക്രൈബൊക്കെ ചെയ്തേക്കുക അപ്പോൾ നമുക്ക് അടുത്തതിൽ കാണാം ഓക്കെ